ഉള്ളോർക്ക് വാതു ഒരു വൈഞ്ചി. കുടിച്ച ബ്രാൻഡിന്റെ പേരറിയോ തനിക്ക്? ആ പേര് അറിഞ്ഞിരുന്നുവെങ്കിൽ ഇത് അങ്ങോട്ട് കൊടുത്തിട്ട് ഇവൻ കുടിച്ച ബ്രാൻഡ് മേടിക്കായിരുന്നു. ഇവന്റെ കിടപ്പ് കണ്ടിട്ട് കൊതിയാവുക. ബാക്കിയോട് ഇതാ ബാക്കി കാശ്. സൽസക്കൊക്കെ ഇത്രയും റേറ്റ് ആയോ? നാളെ മുതൽ കരിയായിൽ വാങ്ങിയാ മതി. എവിടേക്കാ പോന്നെ? ഞാൻ ഒറ്റ പേടിക്കണ്ടോ, രൂപ എനിക്ക് കിട്ടി. എവിടുന്ന്? ഞാൻ ഇയാളുടെ വീട്ടിൽ കിടന്ന് ബഹളം വെച്ചു. അപ്പൊ ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി വന്ന് എനിക്ക് കാശ് മുഴുവനും തന്നു. ദൈവമേ, അളിയനായിരിക്കും. നീ ബഹളം വെക്കുന്നത് വേറെ ആരെങ്കിലും കണ്ട? പിന്നെ അയൽക്കാരെല്ലാം നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. കാശ് കിട്ടിയപ്പോഴാ ഞാൻ തെറിവിളി നിർത്തിയേ. രൂപ എന്തിനാണെന്ന് ചോദിച്ചില്ലേ? ഞാനൊന്നും പറയാൻ പോയില്ല. പക്ഷേ അയാൾക്ക് എന്തോ തെറ്റിദ്ധാരണയുണ്ട്. എന്നാ നിനക്ക് വണ്ടി ഇടിച്ച കേസാണെന്ന് പറയാൻ പാടില്ലായിരുന്നോ? ഞാൻ അതും കൂടി തെളിച്ച് പറയാനൊന്നും പോയില്ല. ഞാനിനി എന്റെ വീട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? തൽക്കാലം നീ കുറച്ചു നാളത്തേക്ക് നിന്റെ വീട്ടുകാരുടെ മുഖത്ത് നോക്കണ്ട. ഒരു കടം വീട്ടിൽ നിന്ന് ഓർത്ത് സമാധാനിക്ക്. അല്ല പെങ്ങളെ, എന്തിനാ ഇവിടെ വന്നേ? ഞാനൊരു ഹാഫ് വാങ്ങാൻ വന്നതാ. എന്റെ ഈശ്വര, പെണ്ണുങ്ങളും കൂടി ഇറങ്ങി കഴിഞ്ഞാ പിന്നെ ഈ സാധനം കിട്ടാണ്ടാവും. നീ ചവിട്ട്. ചിറ്റപ്പതേ അളിയൻ. എല്ലാവർക്കും തൃപ്തിയായല്ലോ. ഇത് സ്റ്റാർട്ട് ആവണമില്ല. മനുഷ്യരെ നാണം കെടുത്താൻ വന്ന് നടു റോഡിൽ വെച്ചായ ഇടപാട്.